എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. എല്ലാം തന്നെ പ്രധാന ചോദ്യങ്ങളാണ്. അപ്പോൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ ആരെയാണ് വിശേഷിപ്പിച്ചത്? ജ്യോതിബ ഫുലെ. ജ്യോതിബ ഫുലെയായിരുന്നു ഇന്ത്യൻ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് ധനഞ്ജയ് കീർ വിശേഷിപ്പിച്ചത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടകം ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറാണ് 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് ഡിയിൽ ഉണ്ടായിരുന്ന ഏക ഭരണഘടകം. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 165.2. പസഫിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം 165.2 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. അലോക് റാവത്തായിരുന്നു ദേശീയ വനിതാ കമ്മീഷനിൽ അംഗമായ ആദ്യ പുരുഷൻ. ദേശീയ ജലപാത 1 അലഹബാദിനെ ഏത് സ്ഥലവുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്? ഹാൽഡിയ. ദേശീയ ജലപാത 1 NW1 അലഹബാദിനെ ഹാൽഡിയയുമായിട്ടാണ് ബന്ധിപ്പിക്കുന്നത്. ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്ന അനുച്ഛേദം 63. അനുച്ഛേദം 63 ഇന്ത്യക്ക് ഒരു ഉപരാഷ്ട്രപതി ഉണ്ടായിരിക്കണമെന്ന് പ്രതിപാദിക്കുന്നത്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൻ്റെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ്. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോൺ പ്രൊജസ്റ്ററോൺ. ഭ്രൂണത്തെ ഗർഭാശയത്തിൽ നിലനിർത്താൻ സഹായകമായ ഹോർമോണാണ് പ്രൊജസ്റ്ററോൺ. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് എന്ന്? 1993 ഡിസംബർ 3. 1993 ഡിസംബർ 3 കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം വിസരണം. പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെങ്കിലും പകൽ സമയത്ത് വീട്ടിനകത്ത് പ്രകാശം ലഭിക്കുന്നതിന് കാരണമാകുന്നത് വിസരണം എന്ന പ്രതിഭാസമാണ്. 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ടാധികാരങ്ങൾ ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? ഗവർണർ ജനറൽ, വൈസ്രോയി. ഗവർണർ ജനറലിലാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം അവശിഷ്ടാധികാരങ്ങൾ നിക്ഷിപ്തമായിരിക്കുന്നത്. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അളവുകളുടെ എണ്ണം 9. ഇന്ത്യൻ ദേശീയ പതാക നിർമ്മിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് അളവുകൾ 9 എണ്ണമാണ്. ആമുഖത്തിലല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ഏത് അനുച്ഛേദത്തിലാണ് ഉള്ളത്? അനുച്ഛേദം 25 സബ് ക്ലോസ് 2A. അനുച്ഛേദം 25 സബ് ക്ലോസ് 2A ഇന്ത്യൻ ഭരണഘടനയിൽ സെക്കുലർ എന്ന വാക്ക് ആമുഖത്തിലല്ലാതെ ഉള്ളത്. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗം? പാർക്കിൻസൺസ് രോഗം. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കാരണമുണ്ടാകുന്ന രോഗമാണ് പാർക്കിൻസൺസ് രോഗം. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻറാം ഏത് മലനിരകളിലാണ്? ഖാസി.
മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻറം, ഖാസി മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്, തെലുഗു, മലയാളം, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 5 ഔദ്യോഗിക ഭാഷകളുള്ള ഇന്ത്യൻ ഭരണഘടകം പുതുച്ചേരി, പോണ്ടിച്ചേരി എന്നും അറിയപ്പെടുന്ന പുതുച്ചേരിയാണ് തമിഴ്, തെലുഗു, മലയാളം, ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 5 ഔദ്യോഗിക ഭാഷകളുള്ള ഇന്ത്യൻ ഭരണഘടകം. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം കാർബൺ മോണോക്സൈഡാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം അൾട്രാ വയലറ്റ് രശ്മി. അൾട്രാ വയലറ്റ് രശ്മിയാണ് ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന സൗരകിരണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു മറ്റൊരു വസ്തുവിൽ ഏൽപ്പിക്കുന്ന ആഘാതം അറിയപ്പെടുന്നത് ആക്കം എന്നാണ്. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത് അലൂമിനിയം. അലൂമിനിയമാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയയിലൂടെ നിർമ്മിക്കുന്നത്. 1822 സത്താറയിൽ ചിറ്റൂർ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപം റാമോസി കലാപം. 1822 സത്താറയിൽ ചിറ്റൂർ സിംഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന കലാപമാണ് റാമോസി കലാപം. മനുഷ്യനിലെ സുഷ്മന നാഡികളുടെ എണ്ണം എത്ര ജോഡിയാണ്? 31. മനുഷ്യനിൽ 31 ജോഡി സുഷ്മന നാഡികളാണ് ഉള്ളത്. അമൃതവാണി എന്ന മാസിക ആരംഭിച്ചത് അമൃതവാണി മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളാണ് അമൃതവാണി എന്ന മാസിക ആരംഭിച്ചത്. മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹം. മാന്ത്രികൻ്റെ കണ്ണ് നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂണിലാണ് മാന്ത്രികൻ്റെ കണ്ണ് എന്ന ചുഴലിക്കൊടുങ്കാറ്റ് മേഖല ദൃശ്യമാകുന്ന ഗ്രഹം. കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത് കോശത്തിലെ ട്രാഫിക് പോലീസ് ഗോൾഗി അപ്പാരറ്റസ് അഥവാ ഗോൾഗി ബോഡി. ഗോൾഗി ബോഡി അഥവാ ഗോൾഗി അപ്പാരറ്റസ് ആണ് കോശത്തിലെ ട്രാഫിക് പോലീസ് എന്നറിയപ്പെടുന്നത്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട് മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാറാണ് തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട്. ലീഗൽ സർവീസ് അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 39A. ലീഗൽ സർവീസ് അതോറിറ്റികളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 39A. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത് ബീനാദാസ്. ബീനാദാസ് ആണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൽ അഗ്നികന്യ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടത്. അഗ്നിപുത്രി എന്ന് വിശേഷിക്കപ്പെട്ടിരുന്ന ഭാരതീയ വനിത. അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിതയാണ് ടെസ്സി തോമസ്. ടെസ്സി തോമസ് ആണ് അഗ്നിപുത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭാരതീയ വനിത. ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം എന്തിന് തുല്യമായിരിക്കും? അറ്റോമിക നമ്പറിന്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം അറ്റോമിക നമ്പറിന് തുല്യമായിരിക്കും. ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം ലൈസോസോം. ലൈസോസോമാണ് ശക്തിയേറിയ ദഹനരസങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോശാംഗം. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം. വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കാൻ കാരണമായ കേസ് ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ജോസഫ് ഷൈൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസാണ് വിവാഹേതര ബന്ധം കുറ്റകരമല്ല എന്ന് പ്രസ്താവിക്കാൻ കാരണമായ കേസ്. മനുഷ്യ ശരീരത്തിൽ എവിടെയാണ് ദുവപാളി ദുവാസ് ലെയർ കാണപ്പെടുന്നത്? കണ്ണ്. മനുഷ്യ ശരീരത്തിൽ കണ്ണിലാണ്
ദുവപാളി അഥവാ ദുവാസ് ലെയർ കാണപ്പെടുന്നത്. കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ ഈഥൈൽ ആൽക്കഹോൾ. ഈഥൈൽ ആൽക്കഹോളാണ് കുടിക്കാൻ ഉപയോഗിക്കുന്ന മദ്യങ്ങളിൽ കാണുന്ന ആൽക്കഹോൾ. മനുഷ്യ ശരീരത്തിലെ എത്രാമത്തെ അവയവമാണ് മെസെൻറ്ററി? 79. മനുഷ്യ ശരീരത്തിലെ 79ാമത്തെ അവയവമാണ് മെസെൻറ്ററി എന്നത്. ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി? പട്ടുനൂൽ ശലഭം. പട്ടുനൂൽ ശലഭമാണ് ബോംബിക്കോൾ എന്ന ഫിറമോൺ ഉൽപ്പാദിപ്പിക്കുന്ന ജീവി. കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനലിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗം? നിശാന്തത. കാഴ്ച വർണ്ണകങ്ങളിലെ ഘടകമായ റെറ്റിനലിൻ്റെ അളവ് കുറയുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോകുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസം? ഡോപ്ലർ ഇഫക്റ്റ്. കണ്ണടച്ചിരുന്നാൽ പോലും ഒരു ട്രെയിൻ അകന്നു പോവുകയാണോ അടുത്തേക്ക് വരികയാണോ എന്ന് തിരിച്ചറിയാൻ സഹായകമായ പ്രതിഭാസമാണ് ഡോപ്ലർ ഇഫക്റ്റ്. പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന? പരിസ്ഥിതി കമാൻഡോസ്, ഗ്രീൻ പീസ്. ഗ്രീൻ പീസ് ആണ് പരിസ്ഥിതി കമാൻഡോസ് എന്നറിയപ്പെടുന്ന സംഘടന. സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ തലവൻ ആരായിരുന്നു? രാജപ്രമുഖൻ. സ്വാതന്ത്ര്യാനന്തരം രൂപം കൊണ്ട പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ തലവൻ രാജപ്രമുഖൻ ആയിരുന്നു. കർത്തവ്യലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് ആരാണ്? പ്രസിഡന്റ്. കർത്തവ്യലംഘനം നടത്തിയാൽ പാർലമെന്റിന്റെ ശുപാർശ പ്രകാരം ഹൈക്കോടതി ജഡ്ജിമാരെ പിരിച്ചുവിടുന്നത് പ്രസിഡന്റാണ്. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകൾ? വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകളാണ് ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. വെസ്റ്റ് കോസ്റ്റ് കനാലിന് പുറമെ ദേശീയ ജലപാത 3ന്റെ ഭാഗമായ കനാലുകൾ ചമ്പക്കര കനാലും ഉദ്യോഗമണ്ഡൽ കനാലും. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം? മംഗളവനം. മംഗളവനം പക്ഷി സങ്കേതമാണ് കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം. ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ? ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയനാണ് മാനുവൽ ഫ്രെഡറിക്. മാനുവൽ ഫ്രെഡറിക് ആണ് ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യ കേരളീയൻ. ഏതുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്? പരിസ്ഥിതി. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കേസുകളാണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. ബക്കിംഗ്ഹാം കനാൽ എത്രാമത്തെ ദേശീയ ജലപാതയുടെ ഭാഗമാണ്? ബക്കിംഗ്ഹാം കനാൽ ദേശീയ ജലപാത 4 NW4. NW4 ദേശീയ ജലപാത 4ന്റെ ഭാഗമാണ് ബക്കിംഗ്ഹാം കനാൽ. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര്? കോറമാൻഡൽ തീരം. ഇന്ത്യയുടെ പൂർവ്വതീര സമതലത്തിൻ്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്ന പേര് കോറമാൻഡൽ തീരം എന്നാണ്. ഏതൊക്കെ പദ്ധതികളെ സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം നൽകിയത്? നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനും. നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനെയും നാഷണൽ അർബൻ ഹെൽത്ത് മിഷനെയും സംയോജിപ്പിച്ചാണ് നാഷണൽ ഹെൽത്ത് മിഷന് രൂപം നൽകിയത്. മരച്ചീനിയിലെ മൊസൈക്ക് രോഗത്തിന് കാരണം? വൈറസുകളാണ് മരച്ചീനിയിലെ മൊസൈക്ക് എന്ന രോഗത്തിന് കാരണമാകുന്നത്. മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകമായ ഹോർമോൺ? പ്രോലാക്റ്റിൻ. പ്രോലാക്റ്റിനാണ് മുലപ്പാൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമായ ഹോർമോൺ. നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്? നവധാന്യ. വന്ദന ശിവ. വന്ദന ശിവയാണ് നവധാന്യ എന്ന പ്രസ്ഥാനം ആരംഭിച്ചത്. വീർപ്പിച്ച ഒരു ബലൂൺ
വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമം. ബോയിൽ നിയമം. വീർപ്പിച്ച ഒരു ബലൂൺ വെള്ളത്തിനടിയിലേക്ക് താഴ്ത്തുമ്പോൾ അതിൻ്റെ വലുപ്പം കുറയുന്നതുമായി ബന്ധപ്പെട്ട നിയമമാണ് ബോയിൽ നിയമം. റിപ്പോ നിരക്ക് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? റിപ്പോ നിരക്ക് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശ. റിപ്പോ നിരക്ക് എന്നത് റിസർവ് ബാങ്കിൽ നിന്ന് ബാങ്കുകൾ എടുക്കുന്ന വായ്പയുടെ പലിശയെയാണ് സൂചിപ്പിക്കുന്നത്. പശ്ചിമ തീര സമതലത്തിൻ്റെ വടക്കുഭാഗത്തിൻ്റെ പേര്? കൊങ്കൺ തീരം. പശ്ചിമ തീര സമതലത്തിൻ്റെ വടക്കുഭാഗത്തിൻ്റെ പേരാണ് കൊങ്കൺ തീരം. നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ച വർഷം? 2013. 2013 നാഷണൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചത്. ആരുടെ ആഹ്വാനപ്രകാരമാണ് 1977 പ്രതിപക്ഷ പാർട്ടികൾ ജനതാ പാർട്ടി എന്ന പേരിൽ ഒരുമിച്ചത്? ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണൻ്റെ ആഹ്വാനപ്രകാരമായിരുന്നു 1977 പ്രതിപക്ഷ പാർട്ടികൾ ജനതാ പാർട്ടി എന്ന പേരിൽ ഒരുമിച്ചത്. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം എത്ര ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്? 106.5. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ വിസ്തീർണം 106.5 ദശലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഏത് നദിയാണ് കുമയൂൺ ഹിമാലയത്തെയും നേപ്പാൾ ഹിമാലയത്തെയും വേർതിരിക്കുന്നത്? കാളി. കാളി നദിയാണ് കുമയൂൺ ഹിമാലയത്തെയും നേപ്പാൾ ഹിമാലയത്തെയും വേർതിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം ആർക്കാണ്? സുപ്രീം കോടതി. സുപ്രീം കോടതിയുടെ വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് തന്നെയാണ്. കോഴിക്കോട് വരെ നീട്ടിയിട്ടുള്ള ദേശീയ ജലപാത 3ന്റെ നീളം എത്ര കിലോമീറ്ററാണ്? 365. കോഴിക്കോട് വരെ നീട്ടിയിട്ടുള്ള ദേശീയ ജലപാത 3 NW3ൻ്റെ നീളം 365 കിലോമീറ്ററാണ്. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി? പ്രധാനമന്ത്രി ജൻധൻ യോജന, PMJDY. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചതാരായിരുന്നു? പൊയ്കേൽ യോഹന്നാൻ. പൊയ്കേൽ യോഹന്നാൻ ആയിരുന്നു ദളിത് വിഭാഗക്കാർക്കായുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ചത്. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ? മത്സ്യഫെഡ്. മത്സ്യഫെഡാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി ക്ഷേമ സഹകരണ സംഘങ്ങളുടെ അപ്പെക്സ് ഫെഡറേഷൻ. അയ്യാവഴി വിശ്വാസപ്രകാരം വൈകുണ്ഠസ്വാമി ആരുടെ അവതാരമാണ്? വിഷ്ണു. അയ്യാവഴി വിശ്വാസപ്രകാരം വൈകുണ്ഠസ്വാമികൾ വിഷ്ണുവിൻ്റെ അവതാരമാണ്. ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം? ചെമ്പിൻ്റെ ശത്രു സൾഫർ. സൾഫറാണ് ചെമ്പിൻ്റെ ശത്രു എന്നറിയപ്പെടുന്ന മൂലകം. ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടകം? ക്ലോറിൻ. ഓസോൺ പാളിക്ക് ഏറ്റവും കൂടുതൽ നാശം വരുത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണിലെ പ്രധാന ഘടകമാണ് ക്ലോറിൻ. കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്ന്? 2008. 2008 കേരളത്തിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്? കാവുങ്കര ഭാർഗവി. കാവുങ്കര ഭാർഗവിയുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം തയ്യാറാക്കിയത്. മുല്ലപ്പെരിയാറിൻ്റെ ലീസ് എഗ്രിമെൻ്റ് പുതുക്കി നൽകിയത് ഏത് മുഖ്യമന്ത്രിയുടെ കാലത്താണ്? സി അച്യുതമേനോൻ. സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തായിരുന്നു മുല്ലപ്പെരിയാറിൻ്റെ ലീസ് എഗ്രിമെൻ്റ് പുതുക്കി നൽകിയത്. 42ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്?
HR ഗോഖലെ. HR ഗോഖലെയായിരുന്നു 42ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നായിരുന്നു? 1976 നവംബർ 11. 1976 നവംബർ 11 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെൻറ്റ് പാസ്സാക്കിയത്. 42ാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രസിഡന്റിൻ്റെ ഒപ്പ് ലഭിച്ച തീയതി 1976 ഡിസംബർ 18. 1976 ഡിസംബർ 18 42ാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രസിഡന്റിൻ്റെ ഒപ്പ് ലഭിച്ചത്. 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി 1977 ജനുവരി 3. 42ാം ഭരണഘടനാ ഭേദഗതിയുടെ ചില ഭാഗങ്ങൾ 1977 ഫെബ്രുവരി 1 1977 ഏപ്രിൽ 1 തീയതികളിലും പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. 1977 ജനുവരി 3 42ാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്ന തീയതി. സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞൻ റോബർട്ട് വൈറ്റ്. സൈലന്റ് വാലിയുടെ പ്രാധാന്യം 1847 തിരിച്ചറിഞ്ഞ സസ്യശാസ്ത്രജ്ഞനായിരുന്നു റോബർട്ട് വൈറ്റ്. എത്രാമത്തെ ദേശീയ ജലപാതയാണ് സാദ്രിയ, ധുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്? ദേശീയ ജലപാത 2 NW2. ദേശീയ ജലപാത 2 സാദിയ, ധുബ്രി എന്നീ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നത്. ലൈംഗികാതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി എത്ര വയസ്സാണ്? 18. ലൈംഗിക അതിക്രമത്തിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുന്ന കുട്ടിയുടെ പ്രായപരിധി 18 വയസ്സാണ്. ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ചണമാണ് ഗോൾഡൻ ഫൈബർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. പുരുഷന്മാരിലെ ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോൺ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണാണ് പുരുഷന്മാരിലെ ബീജോൽപാദനവുമായി ബന്ധപ്പെട്ട ഹോർമോൺ. ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് എവിടെ വെച്ചാണ്? ബി ലിംഫോസൈറ്റുകൾ അസ്ഥിമജ്ജയിൽ വെച്ചാണ് ബി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത്. അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം അപ്പോളോ 17 അവസാനമായി മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം. മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാർ പ്രദേശത്ത് സജീവമായിരുന്ന മിഷണറി സംഘടന. 1957 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരായിരുന്നു? ഖാൻ ബഹാദൂർ ഖാനായിരുന്നു 1957 വിപ്ലവത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത്. ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ. ബ്രഹ്മോസ് പദ്ധതിയിൽ ഇന്ത്യയും റഷ്യയുമാണ് ബ്രഹ്മോസ് പദ്ധതിയിൽ സഹകരിക്കുന്ന രാജ്യങ്ങൾ. 1817 പൈക കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം ഖുർദയായിരുന്നു 1817 പൈക കലാപത്തിൻ്റെ കേന്ദ്രമായിരുന്ന ഒഡീഷയിലെ സ്ഥലം. ഇലക്ഷനിൽ നൺ ഓഫ് ദി എബവ് നടപ്പിലാക്കിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 14. ഇലക്ഷനിൽ നോട്ട നടപ്പിലാക്കിയ 14ാമത്തെ രാജ്യമാണ് ഇന്ത്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി ജലവൈദ്യുതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ജലവൈദ്യുതിയാണ്. കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം മത്തിയാണ് കേരള തീരത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന മത്സ്യം. കേവലപൂജ്യം എന്നറിയപ്പെടുന്നത് -273.15 ഡിഗ്രി സെൽഷ്യസ്. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് കേവലപൂജ്യം എന്നറിയപ്പെടുന്നത്. ഏത് രീതിയിലുള്ള ഭൂരൂപമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ളത്?
സമതലങ്ങൾ. സമതലങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതലുള്ള ഭൂരൂപം. ജന്തുക്കളിലെ കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത് വൈറസുകളാണ് ജന്തുക്കളിലെ കുളമ്പ് രോഗത്തിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ ജലമലിനീകരണ പ്രതിരോധ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1974. 1974 ഇന്ത്യയിൽ ജലമലിനീകരണ പ്രതിരോധ നിയന്ത്രണ നിയമം പാസാക്കിയത്. ഇന്ത്യയിൽ വായുമലിനീകരണ പ്രതിരോധ നിയന്ത്രണ നിയമം പാസാക്കിയ വർഷം 1981. 1981 ഇന്ത്യയിൽ വായുമലിനീകരണ പ്രതിരോധ നിയന്ത്രണ നിയമം പാസാക്കിയത്. പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നത് ഏത് നദിയിലായിരുന്നു? കുന്തിപ്പുഴയിലായിരുന്നു പാത്രക്കടവ് ജലവൈദ്യുത പദ്ധതി നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. പൂക്കൾക്ക് നീലനിറം പകരുന്ന വർണ്ണവസ്തു ആന്തോസയാനിനാണ് പൂക്കൾക്ക് നീലനിറം പകരുന്ന വർണ്ണവസ്തു. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്നത് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാരാണ്? രമേഷ് ചന്ദ്രദത്താണ് ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തു എന്നത് പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം അൽഷൈമേഴ്സ് രോഗമാണ് മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന രോഗം. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൻ്റെ കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടത് ആർക്കാണ്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കും. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് കീഴിൽ അന്വേഷണത്തിനുള്ള അധികാരങ്ങൾ നൽകപ്പെട്ടത് ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടർക്കുമാണ്. മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത് ജ്യോതിറാവ് ഫുലെ ആയിരുന്നു മഹാരാഷ്ട്രയുടെ മാർട്ടിൻ ലൂതർ എന്നറിയപ്പെട്ടത്. മിന്നലിൽ ദ്രവ്യം കാണുന്ന അവസ്ഥ പ്ലാസ്മ അവസ്ഥയിലാണ് മിന്നലിൽ ദ്രവ്യം കാണപ്പെടുന്നത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.